ഒരാൾക്ക് നബിയാകണമെങ്കിൽ, അള്ളാഹുവിന്റെ പ്രവാചകനാകണമെങ്കിൽ തികച്ചും അസാധാരണമായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരിക്കണം ആ പ്രവാചകൻ എന്ന് മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ അംഗീകരിച്ചിരുന്നു. പക്ഷെ അവർക്ക് സംഭവിച്ച അബദ്ധം എവിടെയായിരുന്നു? അള്ളാഹുവിന്റെ റസൂലിൽ കുടിക്കൊള്ളുന്ന അസാധാരണത്വം കണ്ടെത്താൻ സാധിച്ചില്ല എന്നതായിരുന്നു അവരുടെ അബദ്ധം. അതുകൊണ്ടാണ് അവർ ചോദിച്ചത്, പ്രവാചകനാണെങ്കിൽ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുക? പ്രവാചകനാണെങ്കിൽ എങ്ങനെയാണ് ഉറങ്ങുക? പ്രവാചകനാണെങ്കിൽ എങ്ങനെയാണ് മാർക്കറ്റിൽ പോവുക? പ്രവാചകനാണെങ്കിൽ എങ്ങനെയാണ് വിവാഹിതനാവുക, ഭർത്താവുക, പിതാവുക? ഇതൊക്കെയായിരുന്നു അവരുടെ ചോദ്യം. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഒരാൾക്ക് നബിയാകാൻ കഴിയില്ല എന്നായിരുന്നു അവരുടെ വാദം. സഹോദരങ്ങളെ, ഈ പിഴച്ച വിശ്വാസത്തിലേക്ക്, വാദങ്ങളിലേക്ക് അവരെടുത്തെറിയപ്പെടാനുള്ള കാരണം അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെ പരിചയപ്പെടുത്തിയോ, എങ്ങനെ വിശ്വസിച്ചുവോ അതുപോലെ വിശ്വസിക്കാൻ തയ്യാറായില്ല എന്നതാണ്. എങ്ങനെയാണ് സ്വഹാബത്ത് റസൂലുള്ളാഹിനെ മനസ്സിലാക്കിയത്? ഒരൊറ്റ ഉദാഹരണം, ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, റബീഉൽ അവ്വൽ മാസമാണ്. അള്ളാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വിശ്രമിക്കാൻ വേണ്ടി വരുന്നു. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ അള്ളാഹുവിന്റെ റസൂലിന്റെ അമ്മായിയാണ്, കുടുംബത്തിൽപ്പെട്ട സ്ത്രീയാണ്. സാധാരണ വീട്ടിൽ വരാറുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂലിന്റെ അമ്മായിയുടെ അഥവാ ഉമ്മു സുലൈമിന്റെ മകനാണ്. അനസ് പറയുന്നു, ഒരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകൻ എന്റെ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വരുന്നത് കണ്ടപ്പോൾ എന്റെ ഉമ്മ അവിടത്തേക്ക് കിടക്കാൻ വേണ്ടി ഒരു വിരിപ്പ് വിരിച്ചു കൊടുത്തു. ആ വിരിപ്പിൽ കിടന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ ഉറങ്ങിയപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു, ഫജാഅത്ത് ഉമ്മി ബിഖാറൂറത്തിൻ, എന്റെ ഉമ്മ ഒരു കുപ്പിയും കൊണ്ട് ഉറങ്ങിക്കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് വന്നു. അങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുമേനിയിൽ പൊടിഞ്ഞു പൊന്തിയ വിയർപ്പിന്റെ കണങ്ങൾ സ്വന്തം വിരലുകൊണ്ടിങ്ങനെ വടിച്ച് കുപ്പിയിലേക്ക് ശേഖരിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങളുടെ ശരീരത്തിൽ പൊടിഞ്ഞു പൊന്തിയ വിയർപ്പിന്റെ കണങ്ങൾ അതിങ്ങനെ വിരലുകൊണ്ടിങ്ങനെ വടിച്ച് കുപ്പിയിലേക്ക് ശേഖരിച്ചപ്പോൾ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സുലൈമിന്റെ വിരൽ സ്പർശമേറ്റപ്പോ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് ഉണർന്നിട്ട് ചോദിച്ചു, മാ തസ്നഈന യാ ഉമ്മ സുലൈം, എന്താ ഉമ്മു സുലൈമെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എന്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? അള്ളാഹുവിന്റെ റസൂലിനോട് ഉമ്മു സുലൈം പറഞ്ഞു, നബിയെ, ഞാൻ ഈ കുപ്പിയിലേക്ക് ശേഖരിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങയുടെ വിയർപ്പാണ്. ഈ വിയർപ്പ് ഞാൻ ശേഖരിക്കാൻ പ്രധാനമായും രണ്ട് കാരണമുണ്ട്. ഒന്ന്, ഞങ്ങൾ കടയിൽ നിന്ന് പണം കൊടുത്തു വാങ്ങുന്ന സുഗന്ധദ്രവ്യങ്ങളിൽ അങ്ങയുടെ വിയർപ്പ് ഞങ്ങൾ കൂട്ടിക്കൊടുക്കാറുണ്ട്. അങ്ങയുടെ വിയർപ്പ് ചേർത്തിക്കൊടുക്കുന്ന അത്തറ് മിൻ അത്യബി തുയ്ബിന, ഞങ്ങളുടെ സുഗന്ധങ്ങളിൽ മാറ്റുകൂടിയ സുഗന്ധമാണ്. അങ്ങയുടെ വിയർപ്പിന് സുഗന്ധത്തേക്കാൾ സുഗന്ധമുണ്ട് നബിയേ. അതുകൊണ്ടാണ് ഞാൻ ഈ വിയർപ്പ് ശേഖരിക്കാനുള്ള ഒരു കാര്യം. രണ്ടാമത്തെ, വീട്ടിൽ ആർക്കെങ്കിലും രോഗമോ ബുദ്ധിമുട്ടോ ഉണ്ടാകുമ്പോൾ ബറക്കത്തിന് വേണ്ടി അങ്ങയുടെ വിയർപ്പ് ഞങ്ങൾ പുരട്ടിക്കൊടുക്കാറുണ്ട്. അങ്ങയുടെ വിയർപ്പ് പുരട്ടിക്കൊടുത്ത് രോഗശമനം ഞങ്ങൾ തേടാറുണ്ട്. അതിനുവേണ്ടിയാണ് ഈ വിയർപ്പ് ശേഖരിക്കുന്നത്. അങ്ങയുടെ വിയർപ്പിന് ഔഷധ വീര്യമുണ്ട് പ്രവാചകരെ എന്ന് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ അള്ളാഹുവിന്റെ പ്രവാചകനോട് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതികരണം എന്താണ്? അത് അന്ധവിശ്വാസമാണ്, അനാചാരമാണ്. വിയർപ്പ് കുറച്ചു കഴിഞ്ഞാൽ ദുർഗന്ധമുണ്ടാകും, അതുകൊണ്ടത് കുപ്പിയിൽ സൂക്ഷിക്കുന്നത് ശരിയല്ല, നീ അത് പുറത്തേക്ക് ഒഴിച്ചു കളയണം എന്നായിരുന്നുവോ? അല്ല. ഇമാം മുസ്ലിം തന്റെ സഹീഹ് മുസ്ലിമിന്റെ 6-ാം വാള്യത്തിൽ അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഏറ്റവും പ്രസക്തവും ഏറ്റവും പ്രബലവുമായ ഈ ഹദീസിൽ അള്ളാഹുവിന്റെ റസൂല് ഉമ്മു സുലൈമിനോട് പറയുന്നു, അസ്വബ്തി യാ ഉമ്മു സുലൈം, ഉമ്മു സുലൈമേ, നിങ്ങൾ പറഞ്ഞത് സ്വവാബാണ്, ശരിയാണ്.
എന്റെ വിയർപ്പിന് ഔഷധ വീര്യമുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ, അത് ശരിയാണ്. എന്റെ വിയർപ്പിന് സുഗന്ധത്തെക്കാൾ സുഗന്ധമുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ശരിയാണ് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ പ്രവർത്തനത്തിന് അംഗീകാരം കൊടുക്കുന്ന ശൈലിയാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കുന്നത്. ഈ കൊച്ചു ഹദീസ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞത് എന്തിനാണ്? സ്വഹാബത്ത് റസൂലുള്ളാഹിനെ എങ്ങനെ മനസ്സിലാക്കി, സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെ മനസ്സിലാക്കി കണ്ടെത്തി, ഇത് പറയാനും ഇത് നിങ്ങൾക്ക് മുമ്പിൽ സമർത്ഥിക്കുവാനുമാണ്. ഈ വിശ്വാസം അള്ളാഹുവിന്റെ റസൂല് ഒത്തിരി പ്രത്യേകതകളുടെ കേദാരമാണ് എന്ന സ്വഹാബത്തിന്റെ വിശ്വാസം സ്വീകരിക്കുവാൻ മക്കയിലെ അബൂജാഹിലിനോ അല്ലെങ്കിൽ അതുപോലെയുള്ള അവിശ്വാസികൾക്കോ ബഹുദൈവ വിശ്വാസികൾക്കോ സാധിച്ചിരുന്നില്ല. അവർ തികച്ചും ഒരു സാധാരണക്കാരനായ മുഹമ്മദിനെ കണ്ടു, റസൂലുള്ളാഹിനെ കണ്ടു. അങ്ങനെ കണ്ടപ്പോൾ തീർച്ചയായും അള്ളാഹുവിന്റെ പ്രവാചകൻ പരിചയപ്പെടുത്തിയ ഒരു അള്ളയുണ്ട്. ആ അള്ളാഹുവിനെ കണ്ടെത്താൻ മക്കയിലെ മുശ്രിക്കുകൾക്കോ മുനാഫിക്കുകൾക്കോ കപടവിശ്വാസികൾക്കോ സാധിച്ചില്ല, സാധിക്കുകയില്ലല്ലോ. അള്ളാഹുവിന്റെ റസൂലിനെ അംഗീകരിക്കാത്തവർ എങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂല് പരിചയപ്പെടുത്തിയ അള്ളാഹുവിനെ വിശ്വസിക്കുക? അതിൽ പരാജയപ്പെടുമെന്ന കാര്യം തീർച്ചയായും പരാജയപ്പെട്ടു. അള്ളാഹുവിന്റെ റസൂല് പരിചയപ്പെടുത്തിയ അള്ളാഹുവിനെ കണ്ടെത്തുവാനോ വിശ്വസിക്കുവാനോ അവർക്ക് സാധിച്ചില്ല, അവരതിന് തയ്യാറായില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ പരിചയപ്പെടുത്തിയ അള്ളാഹു ആരായിരുന്നു? അത് ഖുർആൻ പറയുന്നുണ്ട്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഏതൊരു കുട്ടിക്കും മനഃപ്പാടമുള്ള സൂറത്തുൽ ഇഖ്ലാസ് എന്നും സൂറത്തു തൗഹീദ് എന്നും പേരുള്ള ഖുൽ ഹുവല്ലാഹു സൂറത്ത് എന്ന് നമ്മൾ സാധാരണക്കാർ വിളിക്കുന്ന ആ കൊച്ചു സൂറത്തിൽ എങ്ങനെയാണ് അള്ളാഹനെ വിശ്വസിക്കേണ്ടത്, അള്ളാഹു ആരാണ്, അള്ളാഹുവിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് വളരെ വിശദമായി അതേസമയം ഹ്രസ്വമായി വിവരിക്കുന്നുണ്ട്. ഖുൽ നബിയെ തങ്ങൾ പ്രഖ്യാപിക്കണം, ഹുവ വസ്തുത അള്ളാഹു ആകുന്നത് അഹദുൻ, അവൻ ഏകനാണ്. അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു ഗുണം മാത്രമല്ല, എല്ലാ ഗുണങ്ങളിലും അള്ളാഹു സ്വയം പര്യാപ്തനാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് കാഴ്ചയുള്ളവൻ എന്ന ഗുണം പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, കേൾവിയുള്ളവൻ എന്ന ഗുണം പറഞ്ഞിട്ടുണ്ട്, വിവരമുള്ളവൻ എന്ന ഗുണം പറഞ്ഞിട്ടുണ്ട്, കഴിവുള്ളവൻ എന്ന ഗുണം പറഞ്ഞിട്ടുണ്ട്, വിജ്ഞാനമുള്ളവൻ എന്ന ഗുണം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വിവിധങ്ങളായ ഗുണങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ ഗുണങ്ങളൊക്കെയും സൃഷ്ടികളെ സംബന്ധിച്ച് ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ഉണ്ട് എന്ന് ഖുർആൻ പറഞ്ഞത് കാണാം. പരിശുദ്ധ ഖുർആനിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അള്ളാഹുവിന്റെ ഗുണങ്ങൾ പറയുന്ന ഖുർആനിക വാക്യമാണ്. റഹ്മാൻ എന്ന ഗുണം പറയുന്നു, റഹീം എന്ന ഗുണം പറയുന്നു. മറ്റൊരു സ്ഥലത്ത് ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം, അള്ളാഹു മനുഷ്യരെ സംബന്ധിച്ച് കൃപ ചെയ്യുന്ന റഊഫാണെന്നും മനുഷ്യരെ സംബന്ധിച്ച് അനുഗ്രഹം ചെയ്യുന്ന റഹീമാണെന്നും അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതേ ഖുർആൻ തന്നെ ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, അവിടെ അള്ളാഹുവിന്റെ റസൂലിന്റെ ഗുണഗണങ്ങൾ പറഞ്ഞ് ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകൻ വന്നിരിക്കുന്നു, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു നബി വന്നിരിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ ഖുർആൻ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഗുണഗണങ്ങൾ എടുത്തു പറഞ്ഞ് അവസാനം പറയുന്നു ബിൽ മുഅ്മിനീന, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവാചകനാകുന്നത് റഊഫുൻ, കൃപ ചെയ്യുന്ന നബിയാണ്, റഹീമുൻ, അനുഗ്രഹം ചെയ്യുന്ന നബിയാണ്. അള്ളാഹിനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ റഊഫ് എന്ന അതേ ഗുണം അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് പറയുന്നു. അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞ റഹീം എന്ന ഗുണം അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് പറയുന്നു. അപ്പോൾ ഖുർആനിൽ തന്നെ ശിർക്കും ബഹുദൈവത്വവും വന്നു എന്ന് പറയേണ്ടി വരും നമ്മുടെ ചില ആളുകൾ. അള്ളാഹുവിനെ സംബന്ധിച്ച് സഹായി എന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് മുഹ്യിദ്ദീൻ ശൈഖിനെ സംബന്ധിച്ച് സഹായി എന്ന് പറയാൻ പാടില്ല. അള്ളാഹുവിനെ സംബന്ധിച്ച് നാസിർ എന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് റസൂലുള്ളാഹിനെ സംബന്ധിച്ച് നാസിർ എന്ന് പറയാൻ പാടില്ല.
അള്ളാഹുവിനെ സംബന്ധിച്ച് വലിയ രക്ഷിതാവ്, സംരക്ഷകൻ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ബദരീങ്ങളെ സംബന്ധിച്ച് ഔലിയാക്കൾ എന്ന് പറയാൻ പാടില്ല, രക്ഷിതാക്കൾ എന്ന് പറയാൻ പാടില്ല, അവരോട് രക്ഷ ചോദിക്കാൻ പാടില്ല, അവരോട് സഹായം ചോദിക്കാൻ പാടില്ല എന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിശൂന്യന്മാർ ഇസ്ലാമിന്റെ പേരിൽ സഹോദരങ്ങളെ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത്, അള്ളാഹുവിന്റെ റഊഫ് എന്ന ഗുണവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റഊഫ് എന്ന ഗുണവും തികച്ചും അജഗജാന്തരമുണ്ട്, വളരെ വലിയ വ്യത്യാസമുണ്ട്. അള്ളാഹുവിന്റെ റഹീം എന്ന ഗുണവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റഹീം എന്ന ഗുണവും തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട്. അള്ളാഹുവിന്റെ വലിയ എന്ന ഗുണവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലിയ എന്ന ഗുണവും തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസം? ആ വ്യത്യാസമാണ് സൂറത്തുൽ ഇഖ്ലാസിൽ അല്ലെങ്കിൽ ഖുൽ ഹുവല്ലാഹ് സൂറത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്. അള്ളാഹു സ്വമദ്, അള്ളാഹു സ്വയം പര്യാപ്തനാണ്. റഹ്മത്താവട്ടെ, റഅഫത്താവട്ടെ, കരുണയാവട്ടെ, ഗുണമാവട്ടെ, സ്നേഹമാവട്ടെ, കൃപയാകട്ടെ, അത് അള്ളാഹുവിൽ നിന്നാകുമ്പോൾ സ്വയം പര്യാപ്തമായ ഗുണവും സ്വയം പര്യാപ്തമായ കൃപയും സ്വയം പര്യാപ്തമായ സഹായവുമാണ്. അതേസമയം അത് റസൂലുള്ളാഹിയിൽ നിന്നാകുമ്പോൾ, അത് ബദരീങ്ങളിൽ നിന്നാകുമ്പോൾ, അത് ഔലിയാക്കളിൽ നിന്നാകുമ്പോൾ, അത് മുഹിയുദ്ദീൻ ശൈഖിൽ നിന്നാകുമ്പോൾ തികച്ചും അള്ളാഹുവിനെ ആശ്രയിച്ചുകൊണ്ടുള്ള ഗുണവും കൃപയും സഹായവുമാണ് എന്ന കാര്യം സഹോദരങ്ങളെ നാം വളരെ വേർതിരിച്ച് വകതിരിവോടെ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും ദുർവ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുന്ന ആശയമാണ് അള്ളാഹുവിന്റെ തൗഹീദുമായി ബന്ധപ്പെട്ട് ഞാനിപ്പോൾ സൂചിപ്പിക്കുന്ന കാര്യം. അള്ളാഹു അഹദാണ്, അള്ളാഹു ഏകനാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരാം, ഞാനും ഏകനാണല്ലോ, നിങ്ങൾ ഓരോരുത്തരും ഏകന്മാരാണല്ലോ, പക്ഷെ അള്ളാഹു ഏകനാണ് എന്ന് പറയുന്നതും ഞാൻ ഏകനാണ് എന്ന് പറയുന്നതും ഒരുപോലെയാണോ? അല്ല. അള്ളാഹുവിന്റെ ഏകത്വം സ്വയം നിലനിൽപ്പുള്ളതും സ്വയം പര്യാപ്തതയുള്ളതുമാണ്. എന്റെ ഏകത്വം അതിന് സ്വയം നിലനിൽപ്പില്ല, സ്വയം പര്യാപ്തതയില്ല. അള്ളാഹു ഇച്ഛിക്കുന്ന സമയത്ത് ഞാൻ വീണുപോകും, നിങ്ങൾ ഓരോരുത്തരും വീണുപോകും. അതേസമയം ലോകമാകെ ഇച്ഛിച്ചാലും ലോകമാകെ വിചാരിച്ചാലും അള്ളാഹു വീണുപോകുന്ന പ്രശ്നമില്ല. കാരണം അള്ളാഹു സ്വയം പര്യാപ്തനാണ്, അള്ളാഹു സ്വമദാണ്, സ്വയം നിലനിൽപ്പുള്ളവനാണ്. അള്ളാഹു കേൾക്കുന്നവനാണ്. ഓ, ഞാനും കേൾക്കുന്നവനാണല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ അള്ളാഹുവായി പോകുമോ? അല്ലെങ്കിൽ ഞാൻ ശിർക്ക് വെച്ചവനായി പോകുമോ? ഞാൻ ബഹുദൈവത്വം വെച്ചവനായി പോകുമോ? വിശ്വസിച്ചവനായി പോകുമോ? ഇല്ല. കാരണം ഞാൻ കേൾക്കുമെന്ന് പറയുന്നതും അള്ളാഹു കേൾക്കുമെന്ന് പറയുന്നതും തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട്. അള്ളാഹുവിന്റെ കേൾവി ആരും കൊടുക്കുന്നതല്ല. അള്ളാഹുവിന്റെ കേൾവി സ്വയം ഉള്ളതാണ്. അള്ളാഹുവിന്റെ കേൾവി സ്വയം പര്യാപ്തമാണ്. എന്റെ കേൾവി, നിങ്ങളുടെ കേൾവി അള്ളാഹു ഇച്ഛിക്കുന്ന നിമിഷം നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അത് അള്ളാഹുവിനെ ആശ്രയിച്ച് നിലകൊള്ളുന്നതാണ്, ലഭിക്കുന്നതാണ്. ഇങ്ങനെ ഓരോ വിശേഷണവും നീട്ടിപ്പരത്തി ഞാൻ വിശദീകരിക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ ഓരോ വിശേഷണവും എടുത്ത് നാം പരിശോധിച്ചാൽ അതിൽ നല്ലൊരു ശതമാനവും സൃഷ്ടികൾക്ക് വിവിധ രൂപത്തിലുള്ളതായി നമുക്ക് കാണാൻ പറ്റും. പക്ഷെ സൃഷ്ടികൾക്കതുണ്ട് എന്നതുകൊണ്ട്, സൃഷ്ടികൾക്കതുണ്ട് എന്ന് നാം പറഞ്ഞതുകൊണ്ട് സഹോദരങ്ങളെ നാം അള്ളാഹുവിൽ ബഹുദൈവത്വം ആരോപിച്ചതായോ അല്ലെങ്കിൽ അള്ളാഹുവിൽ ശിർക്ക് ആരോപിച്ചതായോ വരികയില്ല. കാരണം നാം പറയുന്ന വിശേഷണങ്ങൾ അള്ളാഹുവിൽ പറയുന്ന വിശേഷണങ്ങളും രണ്ടും തമ്മിൽ വളരെ വളരെ വലിയ മാറ്റമുണ്ട്. അള്ളാഹു വലിയാണ് എന്ന് ഖുർആൻ പറയുന്നു. ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു എന്ന് പറഞ്ഞ് സൂറത്തുൽ മാഇദയുടെ 55-ാമത്തെ വാക്യത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഇന്നമാ വലിയുക്കുമുല്ലാഹ്, അള്ളാഹു നിങ്ങളുടെ രക്ഷിതാവാണ്, അള്ളാഹു നിങ്ങളുടെ സഹായിയാണ്, അള്ളാഹു നിങ്ങളുടെ സംരക്ഷകനാണ് എന്ന് ഖുർആൻ പറയുന്നു. എന്ന് പറഞ്ഞാൽ വലിയ എന്ന ഒരു ഗുണം അള്ളാഹുവിനുണ്ട്. അതേ ആയത്തിൽ തന്നെ തുടർന്ന് അള്ളാഹു പറയുന്നു, വറസൂലുഹു, അള്ളാഹുവിന്റെ റസൂലും വലിയാണ്, അള്ളാഹുവിന്റെ റസൂലും സംരക്ഷകനാണ്, അള്ളാഹുവിന്റെ റസൂലും രക്ഷകനാണ്, അള്ളാഹുവിന്റെ റസൂലും സഹായിയാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹ് വലിയാണ്, റസൂല് വലിയാണ്. രണ്ടും പറയുന്നത് ഖുർആൻ, രണ്ടും പറയുന്നത് ഒരേ അധ്യായത്തിൽ, രണ്ടും പറയുന്നത് ഒരേ ആയത്തിൽ. ശിർക്ക് സംഭവിച്ചോ?
ബഹുദൈവത്വം സംഭവിച്ചോ? അപ്പോൾ ഖുർആൻ തന്നെയും ശിർക്കിനെ പ്രോത്സാഹിപ്പിക്കുകയാണോ? അല്ലെങ്കിൽ ഖുർആൻ തന്നെയും ശിർക്കിന് അടിവര കൊടുക്കുകയാണോ? അല്ലല്ലോ സഹോദരന്മാരെ. ഏതൊരു ബുദ്ധിയുള്ള മനുഷ്യനും പ്രാഥമികമായ ആലോചനയിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് അള്ളാഹു വലിയാണ്, രക്ഷകനാണ് എന്ന് പറയുന്നതും അള്ളാഹുവിന്റെ റസൂല് രക്ഷകനാണ് എന്ന് പറയുന്നതും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അള്ളാഹുവിന്റെ വലിയ മുഹിയുദ്ദീൻ ശൈഖ് അല്ലെങ്കിൽ ബദരീങ്ങള് രക്ഷകന്മാരാണ് എന്ന് പറയുന്നതും അള്ളാഹു രക്ഷകനാണ് എന്ന് പറയുന്നതും തമ്മിൽ വളരെ വലിയ അന്തരമുണ്ട്. അല്ലെങ്കിൽ ഖുർആനിൽ തന്നെ ശിർക്ക് സംഭവിച്ചു, ബഹുദൈവത്വം സംഭവിച്ചു എന്ന് പറയേണ്ടി വരും. ഇങ്ങനെ വാദിക്കുന്നവർ പോലും അങ്ങനെ പറയാൻ തയ്യാറില്ല എന്നതാണ് രസാവഹമായ കാര്യം. ഇത് അള്ളാഹുവിന്റെ തൗഹീദുമായി ബന്ധപ്പെട്ട വിശദീകരണമാണ്. അങ്ങനെ നാം പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയ അള്ളാഹു നമ്മുടെ ഖുൽ ഹുവല്ല സൂറത്തിൽ അല്ലെങ്കിൽ സൂറത്തുൽ ഇഖ്ലാസിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പരിചയപ്പെടുത്തുന്ന, ഖുർആനിലൂടെ പരിചയപ്പെടുത്തുന്ന, ഖുർആൻ മുഖേന പരിചയപ്പെടുത്തുന്ന ആ ഒരുപാട് സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന വ്യക്തിത്വമാണ്, പ്രതിഭാസമാണ്. അവിടെ തന്നെ ഖുർആൻ പറയുന്നു, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ്. അല്ലാഹു ഉപ്പയല്ല, അല്ലാഹു പിതാവല്ല, അല്ലാഹു പുത്രനല്ല. അല്ലാഹു പുത്രനാണ്, ദൈവം പുത്രനാണ് എന്ന് വിശ്വസിച്ചവർക്ക് ഖണ്ഡനമായിക്കൊണ്ടാണ് അല്ലാഹു പറയുന്നത് അല്ലാഹു തആല ഒരിക്കലും പുത്രനല്ല. അല്ലാഹു പിതാവാണ്, കർത്താവാണ് എന്ന് വിശ്വസിക്കുന്നവർക്ക് ഖണ്ഡനമായിക്കൊണ്ടാണ് അല്ലാഹു പറയുന്നത് ലം യലിദ്, അല്ലാഹു ഒരിക്കലും പിതാവല്ല, അല്ലാഹു പിതാവല്ല, അല്ലാഹു പുത്രനല്ല. അങ്ങനെ പറഞ്ഞിട്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നു വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഏതെങ്കിലും ഒരർത്ഥത്തിൽ, ഏതെങ്കിലും രൂപത്തിൽ അല്ലാഹുവിനോട് തുല്യമായി ആരും ഈ പ്രപഞ്ചത്തിലില്ല, ഈ ലോകത്തില്ല എന്ന് അല്ലാഹു അർത്ഥശങ്കക്ക് വകയില്ലാത്ത വിധം വിശദീകരിക്കുന്നു. അങ്ങനെ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? സൃഷ്ടികൾക്ക് സമാനമായി, സൃഷ്ടികളുടെ കൈകൾക്ക് സമാനമായ കൈകൾ, അല്ലെങ്കിൽ സൃഷ്ടികൾക്ക് കൈയുള്ളതുപോലെ കൈ, അല്ലെങ്കിൽ സൃഷ്ടികൾക്ക് കാലുള്ളതുപോലെ കാല്, സൃഷ്ടികൾക്ക് കണ്ണുള്ളതുപോലെ കണ്ണ്, ഇങ്ങനെ തികച്ചും വികൃതമായൊരു രൂപത്തിൽ ഹൈന്ദവ സഹോദരങ്ങൾ ദൈവസങ്കല്പത്തിൽ പറയുന്നത് പോലെ കുറെ കൈകളും കാലുകളും വാലും മുരടുമുള്ള പള്ളയും തുമ്പിക്കൈയുമുള്ള ഒരു ദൈവത്തെ സങ്കല്പിക്കുന്നവർ മുസ്ലിമീങ്ങളിലുണ്ടോ? പരിശോധിക്കേണ്ടതാണ്. തീർച്ചയായും ഒരു കാര്യം ഉറപ്പാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ അങ്ങനെ ഒരു പടച്ചവനെ പരിചയപ്പെടുത്തിയിട്ടില്ല. അള്ളാഹുവിന്റെ റസൂലിനെ വിശ്വസിക്കുമ്പോൾ മാത്രമേ ഈ വിശ്വാസത്തിൽ എത്തിച്ചേരാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. മക്കയിലെ അബൂജഹൽ പ്രവൃത്തികൾ സഹോദരങ്ങളെ തീർച്ചയായും അള്ളാഹുവിന്റെ റസൂലിനെ വിശ്വസിക്കാൻ തയ്യാറാകാത്തത് കൊണ്ട് അവർക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ പരിചയപ്പെടുത്തിയ അള്ളാഹിനെ വിശ്വസിക്കാൻ സാധിച്ചില്ല. അവർ വിശ്വസിച്ച അള്ളാഹു ഏതാണ്? അൽ മലായികത്തു ബനാത്തുല്ലാഹ്, മലക്കുകൾ അള്ളാഹിന്റെ പെൺകുട്ടികളാണ് എന്ന് വിശ്വസിച്ചു ഒരു വിഭാഗം. മലക്കുകൾ അള്ളാഹിന്റെ പെൺകുട്ടികളാണ്. പെൺകുട്ടികൾ ഉണ്ടാകണമെങ്കിൽ ഭാര്യ വേണമല്ലോ, കുടുംബജീവിതം വേണമല്ലോ. അങ്ങനെ തികച്ചും സൃഷ്ടിവൽക്കരിക്കപ്പെട്ട, ജഡവൽക്കരിക്കപ്പെട്ട, ഒരു സങ്കല്പിക്കപ്പെട്ട ഒരു ദൈവവിശ്വാസത്തിലേക്ക് സഹോദരങ്ങളെ മക്കയിലെ മുശ്രിക്കുകൾ തെന്നി നീങ്ങി. അങ്ങനെ വഴുതി മാറിയത് കൊണ്ടാണ് അവരുടെ ആരാധനാലയങ്ങളിലും പരിശുദ്ധ കഅബാലയത്തിലും വരെ സഹോദരങ്ങളെ അവർക്ക് സ്വാധീനവും അവർക്ക് രാഷ്ട്രീയ ശക്തിയും ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ പരിശുദ്ധ കഅബാലയത്തിൽ വരെ അവരുടെ സങ്കല്പങ്ങൾക്ക് വിധേയമായ രൂപത്തിൽ കയ്യും കാലും കണ്ണും ചെവിയും മൂക്കും പള്ളയുമുള്ള കുറെ ദൈവങ്ങളെ അവർ സൃഷ്ടിച്ച് പൂജിച്ചു വെച്ചു. അത് അവർ സങ്കല്പിച്ചുണ്ടാക്കിയ ദൈവങ്ങളാണ്. അത്തരമൊരു ദൈവസങ്കല്പത്തിലേക്ക് അവർ വഴുതി മാറാനുള്ള കാരണം അള്ളാഹുവിന്റെ റസൂലിനെ വിശ്വസിക്കാൻ അവർക്ക് സാധിക്കാത്തത് കൊണ്ടാണ്. അള്ളാഹുവിന്റെ റസൂലിനെ വിശ്വസിക്കാൻ അവർക്ക് സാധിക്കാതെ വരാനുള്ള കാരണം വഇദാ ഖീല ലഹും ആമിനൂ കമാ ആമനന്നാസ്, സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ നിങ്ങൾ പ്രവാചകനിൽ വിശ്വസിക്കണമെന്നവരോട് പറയപ്പെട്ടാൽ, അള്ളാഹുവിൽ വിശ്വസിക്കണമെന്നവരോട് പറയപ്പെട്ടാൽ ഖാലു അനുഅ്മിനു കമാ ആമന സുഫഹാ, ആ വിഡ്ഢികൾ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കുകയോ എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ പ്രവാചകനെ തള്ളിപ്പറഞ്ഞത് കൊണ്ടാണ് അവർക്ക് അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടെത്താനും വിശ്വസിക്കാനും സാധിക്കാതെ പോയത്. സഹോദരങ്ങളെ, ചുരുക്കി ഞാൻ പറഞ്ഞോട്ടെ, നമ്മുടെ മുമ്പിൽ ഇന്ന് പ്രബോധിതരായി നിലകൊള്ളുന്ന കേരളത്തിലെ ബിദഈ വിഭാഗം പുത്തൻവാദി സഹോദരങ്ങൾ നിർഭാഗ്യമെന്നോ വിവരക്കേടെന്നോ പറയട്ടെ, അള്ളാഹുവിനെ സംബന്ധിച്ചും അവന്റെ റസൂലിനെ സംബന്ധിച്ചും തികച്ചും വികൃതമായ വിശ്വാസങ്ങളാണ് വെച്ച് പുലർത്തുന്നത് എന്ന കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്.
മക്കയിലെ കപടവിശ്വാസികൾ ഏത് പോയിന്റിൽ നിന്നാണ് തുടങ്ങിയത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള മഹാന്മാരായ സ്വഹാബത്തിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. എങ്കിൽ കേരളത്തിലെ മുജാഹിദ് വിഭാഗവും അതേ പോയിന്റിൽ നിന്ന് തന്നെ തുടങ്ങി. വാഴക്കാട്ടുകാരൻ MT അബ്ദുറഹ്മാൻ മൗലവി അദ്ദേഹത്തിന്റെ ജുമാ ഖുതുബ മദ്ഹബുകളിൽ എന്ന പുസ്തകത്തിൽ പച്ച മലയാളത്തിൽ എഴുതി വെച്ചു. ഇന്നും പിൻവലിക്കപ്പെട്ടിട്ടില്ല, തിരുത്തപ്പെട്ടിട്ടില്ല. മുജാഹിദുകൾ ഇപ്പോൾ തിരുത്തിന്റെ ലോകത്താണ്. ഈ വാരത്തിൽ ഇറങ്ങിയ ഒരുപാട് പ്രസിദ്ധീകരണങ്ങളിൽ 10, 14, 15 കൊല്ലം മുമ്പ് പുറത്തുവിട്ട ഒരുപാട് ആശയങ്ങളുടെ തിരുത്തുകളുണ്ട്. പക്ഷേ ആ തിരുത്തിന്റെ നീണ്ട പട്ടികയിൽ പോലും ഇങ്ങനെ ഒരു തിരുത്തു കണ്ടിട്ടില്ല. MT അബ്ദുറഹ്മാൻ മൗലവി വാഴക്കാട് നിന്നും പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ ജുമാ ഖുതുബ മദ്ഹബുകളിൽ എന്ന പുസ്തകത്തിൽ 84-ാമത്തെ പേജിൽ അദ്ദേഹം രേഖപ്പെടുത്തി, കേരളത്തിലെ മുസ്ലിയാക്കന്മാർ പറയുന്നത് ദീനിൽ തെളിവല്ലാത്തതുപോലെ സ്വഹാബത്ത് പറയുന്നതും ദീനിൽ തെളിവല്ല. അബൂബക്കർ സിദ്ദീഖോ ഉമർ ഫാറൂഖോ ഉസ്മാൻ ഇബ്നു അഫ്ഫാനോ അലി ഇബ്നു അബീ ത്വാലിബോ ഉൾക്കൊള്ളുന്ന സ്വഹാബിമാർ അല്ലാഹുവിന്റെ ദീനിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം പറഞ്ഞാൽ അത് സ്വീകാര്യമല്ല, അത് കേരളത്തിലെ മുസ്ലിയാക്കന്മാർ പറയുന്നത് പോലെ തള്ളപ്പെടേണ്ടതാണ് എന്ന് വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ മുജാഹിദ് വിഭാഗം സഹോദരങ്ങളെ മലയാളത്തിൽ നമ്മുടെ കേരളീയരെ പഠിപ്പിച്ചു. എന്ത് സംഭവിച്ചു? സ്വഹാബത്തിനെ തള്ളിപ്പറഞ്ഞതോടെ എന്ത് സംഭവിച്ചു? അള്ളാഹുവിന്റെ റസൂലിനെ വിശ്വസിക്കുവാൻ സാധിച്ചില്ല. അള്ളാഹുവിന്റെ റസൂലിനെ യഥാവിധി കണ്ടെത്തുവാനോ അംഗീകരിക്കുവാനോ സാധിച്ചില്ല. ഇത് സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ പറയുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കാൻ പാടില്ല. തികച്ചും മുസ്ലിം സഹോദരങ്ങളിൽ നിന്ന് ഇസ്ലാമിന്റെ തറവാട്ടിൽ നിന്ന് വഴിമാറിപ്പോയ ഒരു ചെറിയ വിഭാഗത്തിന് സംഭവിച്ച പതനത്തിന്റെ വളരെ ഭീകരമായ മുഖം സാധാരണക്കാരായ സഹോദരങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രം, നന്മ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. വളരെ ആഴത്തിലുള്ള അപകടമാണ്, വളരെ ആഴത്തിലുള്ള അബദ്ധമാണ്, വിവരശൂന്യതയാണ് സഹോദരങ്ങളെ ഈ വിഷയ സംബന്ധിയായി ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിനെ തള്ളിപ്പറഞ്ഞതോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യഥാർത്ഥ രൂപത്തിൽ അംഗീകരിക്കുവാൻ സാധിച്ചില്ല. എങ്ങനെയാണ് റസൂലുള്ളാഹിയെ സ്വഹാബത്ത് അംഗീകരിച്ചത്? ഞാൻ നേരത്തെ ഇമാം മുസ്ലിമിന്റെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങളോട് പറഞ്ഞല്ലോ. ഇനിയും ധാരാളം ഹദീസുകൾ അതിന് സമാനമായി ഉദ്ധരിക്കുവാനുണ്ടല്ലോ. എന്നാൽ കേരളത്തിലെ മുജാഹിദ് വിഭാഗം അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് എന്താണ് വിശ്വസിക്കുന്നത്? എന്താണ് അവർ സ്വീകരിക്കുന്ന നയം? ഇന്നുവരെയും തിരുത്തപ്പെട്ടിട്ടില്ലാത്ത അവരുടെ വിശ്വാസം എന്താണ്? കേരളത്തിലെ വഹാബി വിഭാഗത്തിന് സൗദി അറേബ്യയിൽ അധികാരം കിട്ടിയാൽ ആദ്യമായി ചെയ്യുന്ന സേവന പ്രവർത്തനം, പുണ്യകർമ്മം എന്തായിരിക്കും? അള്ളാഹുവിന്റെ റസൂലിന്റെ റൗളക്ക് മുകളിൽ സ്ഥാപിക്കപ്പെട്ട മനോഹരമായ പച്ചക്കുബ്ബ തകർത്തുകൊണ്ടായിരിക്കും സൗദി അറേബ്യയിൽ ഞങ്ങളുടെ ഭരണം ഉദ്ഘാടനം ചെയ്യുക എന്ന് കേരളത്തിലെ മുജാഹിദ് നേതാക്കന്മാർ പ്രസംഗിച്ച ഓഡിയോ കേസറ്റ് ഇന്നും സഹോദരങ്ങളെ പ്രചാരത്തിലുണ്ട്. ലക്ഷോപലക്ഷം വരുന്ന, കോടാനുകോടി വരുന്ന മനുഷ്യര്, മുസ്ലിമീങ്ങള് ഓരോ ദിവസവും 5 നേരങ്ങളിലും ആ മനോഹരമായ പച്ചക്കുബ്ബ ഒന്ന് നോക്കി നിൽക്കുവാനും മതിവരുവോളം ആ കുബ്ബയിലേക്ക് നോക്കുവാനും അള്ളാഹുവിന്റെ റസൂലിനോട് സലാം പറയുവാനും അവിടുത്തെ സിയാറത്ത് ചെയ്യുവാനും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലെ മുജാഹിദിന്റെ പണ്ഡിത സംഘടനയുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ മലയാളത്തിൽ പ്രസംഗിച്ച് പ്രസിദ്ധീകരിക്കുന്നത് ആരെങ്കിലും ഒരു കാലഘട്ടത്തിൽ സൗദി അറേബ്യയിൽ കേരളത്തിലെ വഹാബികൾക്ക് അധികാരം ലഭിക്കുകയാണെങ്കിൽ ആദ്യമായി ചെയ്യുന്നത് മുഹമ്മദ് നബിയുടെ ഖബറും ജാറവും പച്ചക്കുബ്ബയും പൊളിച്ചു മാറ്റി അത് മദീന പള്ളിയുടെ പുറത്തേക്ക് മാറ്റി സ്ഥാപിക്കലായിരിക്കുമെന്ന് പറയാൻ മാത്രം അള്ളാഹുവിന്റെ റസൂല് ഇവരുടെ ശത്രുവായി മാറിയിരിക്കുന്നു എന്ന കാര്യം സത്യവിശ്വാസികളൊക്കെയും ആലോചിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ റസൂലിനെ ഒരു ശത്രുവിനെ പോലെ കാണാനാണ് മുജാഹിദുകൾക്ക് താല്പര്യം. അള്ളാഹുവിന്റെ റസൂലിനെ ഒരു ശത്രുവിനെ പോലെ കാണുന്നു എന്ന് മാത്രമല്ല, അത് പരസ്യമായി പ്രസംഗിക്കുവാനും പ്രചരിപ്പിക്കുവാനും മാത്രം ധൈര്യമുള്ളവരായി അധപ്പതിച്ച വിഭാഗമായി കേരളത്തിലെ മുജാഹിദ് വിഭാഗം അല്ലെങ്കിൽ വഹാബി വിഭാഗം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന ഗൗരവതരമായ കാര്യം സഹോദരങ്ങളെ നാം ഓർക്കേണ്ടതുണ്ട്. കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റായി നിരവധി കാലം പ്രവർത്തിച്ച വെളിയങ്കോട് ഉമർ മൗലവി അദ്ദേഹം പ്രസിദ്ധീകരിച്ചിരുന്ന സൽസബീൽ മാസികയിൽ 1984 ഒരു ലേഖനം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ആ ലേഖനത്തിന്റെ ഉള്ളടക്കം എന്തായിരുന്നു?
കൊടിയ ശിർക്ക് എന്ന തലവാചകത്തിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ച ആ ലേഖനത്തിൽ 1984 മുസ്ലിം ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രികയിൽ നിന്ന് ഒരു എഴുത്തുകാരൻ പരിശുദ്ധ ഹജ്ജിന് പോയ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ എഴുത്തുകാരൻ പരിശുദ്ധ മക്കയിൽ ചെന്നപ്പോ, ഹജ്ജിന് വേണ്ടി പോയപ്പോ സ്വാഭാവികമായും മദീനയിൽ പോകുമല്ലോ. മദീനയിലെത്തി. മദീനയിൽ പോയി നോക്കുമ്പോ അവിടെ അമേരിക്കയിൽ നിന്ന് ഹജ്ജിന് വന്ന ഒരു ഹാജിയുമായി പരിചയപ്പെട്ടു. അമേരിക്ക ഒരു പടിഞ്ഞാറൻ രാജ്യമാണല്ലോ, പാശ്ചാത്യൻ രാജ്യമാണല്ലോ. അതുകൊണ്ട് അമേരിക്കയിൽ നിന്ന് വന്ന ഒരു ഹാജി എന്ന നിലയ്ക്ക് ഒരു പത്രപ്രവർത്തകന്റെ ജിജ്ഞാസ വെച്ച് അദ്ദേഹം ആ ഹാജിയുമായി അഭിമുഖം നടത്തി. പ്രസ്തുത അഭിമുഖം നാട്ടിൽ തിരിച്ചെത്തി അദ്ദേഹം ചന്ദ്രികയിൽ പ്രസിദ്ധീകരിച്ചു. ചന്ദ്രികയിൽ പ്രസിദ്ധീകരിച്ച ആ ലേഖനത്തെ അതികഠിനമായി വിമർശിച്ചുകൊണ്ട് വെളിയങ്കോട് ഉമർ മൗലവി പറഞ്ഞു, എന്ത് 4/6/1984 ചന്ദ്രികാ ദിനപത്രത്തിൽ വന്ന ഒരു വാചകമാണ് ഈ കുറിപ്പിനാധാരം എന്ന രൂപത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി, ചന്ദ്രികയിൽ അദ്ദേഹത്തെ ഞെട്ടിച്ചു കളഞ്ഞ, അദ്ദേഹത്തെ വേദനിപ്പിച്ചു കളഞ്ഞ അമേരിക്കൻ ഹാജി പറഞ്ഞ വാചകം എന്തായിരുന്നു? സമാധാനം നഷ്ടപ്പെട്ട്, സ്വസ്ഥത നഷ്ടപ്പെട്ട് അമേരിക്കയിൽ നിന്ന് മദീന മുനവ്വറയിലെത്തിയ എനിക്ക് നഷ്ടപ്പെട്ടു പോയ ശാന്തിയും സമാധാനവും തിരിച്ചു ലഭിച്ചു. പ്രവാചകന്റെ അനുഗ്രഹം ആഗ്രഹിച്ചുകൊണ്ട് മദീനയിൽ വന്ന എനിക്ക് നഷ്ടപ്പെട്ടു പോയ ശാന്തിയും സമാധാനവും തിരിച്ചു കിട്ടി എന്ന് പത്രപ്രവർത്തകനോട് അമേരിക്കൻ ഹാജി പറയുകയാണ്. ആ വാചകം ഉദ്ധരിച്ചതിന് ശേഷം ഉമർ മൗലവി പറയുന്നു, മാന്യ വായനക്കാരെ, പ്രവാചകന്റെ അനുഗ്രഹം കാക്ഷിക്കുക, ആഗ്രഹിക്കുക എന്ന് പറഞ്ഞല്ലോ, അതാണ് ശിർക്ക്. ബിംബാരാധനയേക്കാളും കടുത്ത ശിർക്ക് അതാണ്. ശിർക്ക്, കൊടിയ ശിർക്ക്, ബിംബാരാധനയേക്കാളും കടുത്ത ശിർക്ക്. ഉമർ മൗലവി പറഞ്ഞ വാചകം അങ്ങനെയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബർ ശരീഫ് സന്ദർശിക്കുന്നതും ആ പ്രവാചകന്റെ അനുഗ്രഹം ആഗ്രഹിക്കുന്നതും ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ച് അമ്പലത്തിൽ പോയി ബിംബത്തെ പൂജിക്കുന്നതിലേറെ കടുത്ത കുറ്റമാണ്, തെറ്റാണ്, കൊടിയ ശിർക്കാണ് എന്ന് മലയാളത്തിൽ എഴുതി പിടിപ്പിച്ചവരാണ് കേരളത്തിലെ മുജാഹിദ് പണ്ഡിത സംഘടനയുടെ സാരഥികളും ഭാരവാഹികളും നേതൃത്വവും എന്ന കാര്യം സുഹൃത്തുക്കളെ മറക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബർ ശരീഫ് സന്ദർശിക്കുന്നത്, മദീനയിൽ പോകുന്നത് നമ്മുടെയൊക്കെ സ്വപ്നമാണ്. ഒരുപക്ഷെ സഫലീകരിക്കപ്പെട്ട സ്വപ്നം, അല്ലെങ്കിൽ സഫലീകരിക്കപ്പെടാത്ത സ്വപ്നം. നാം അത് സഫലീകരിക്കപ്പെട്ട് കിട്ടുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, ഓരോ നേരവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ മുസ്ലിമീങ്ങളെല്ലാവരും ഒരുപക്ഷെ അവരുടെ ജീവിതത്തിലെ തന്നെ വലിയ അഭിലാഷമായി കരുതുന്ന പരിശുദ്ധ മക്കയിലെ ഹജ്ജും അതുപോലെ അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബർ ശരീഫ്, റൗള ശരീഫ് സന്ദർശിച്ചുകൊണ്ട് ആ മനോഹരമായ പച്ചക്കുബ്ബയിലേക്ക് മതിവരുവോളം നോക്കി നിൽക്കാനും അവിടത്തോടൊരു സലാം പറയാനും ആർക്കാണ് താല്പര്യമില്ലാത്തത്? ആരാണ് ജീവിതത്തിൽ ഒരിക്കൽ പോലും അങ്ങനെ കൊതിച്ചു പോകാത്തവർ? പക്ഷേ അവരെ സംബന്ധിച്ച് വെളിയങ്കോട് ഉമർ മൗലവി പറയുന്നത്, അവർ അമ്പലത്തിൽ പോകുന്നതിലേറെ കടുത്ത കുറ്റമാണ് ചെയ്യുന്നത്. അവർ ബിംബത്തെ പൂജിക്കുന്നതിലേറെ കടുത്ത ശിർക്കും ബഹുദൈവത്വവുമാണ് ചെയ്യുന്നത്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് എന്താണ്? നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. സത്യവിശ്വാസികളെ സംബന്ധിച്ച് ഈ പ്രവാചകൻ റഊഫുൻ, കൃപ ചെയ്യുന്ന പ്രവാചകനാണ്, റഹീമുൻ, അനുഗ്രഹം ചെയ്യുന്ന പ്രവാചകനാണ് എന്ന് പടച്ച റബ്ബ് പറയുന്നു. അള്ളാഹുവിന്റെ റസൂല് സത്യവിശ്വാസികൾക്ക് അനുഗ്രഹം ചെയ്യുമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു. ഉമർ മൗലവി മുജാഹിദിന്റെ നേതൃത്വം പറയുന്നത് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് ശരിയല്ല, അള്ളാഹുവിന്റെ റസൂല് അനുഗ്രഹം ചെയ്യുമെന്ന് സങ്കല്പിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ആരെങ്കിലും മദീനയിൽ പോയാൽ അവൻ അമ്പലത്തിൽ പോകുന്നതിലേറെ വലിയ കുറ്റമാണ് ചെയ്യുന്നത്. സഹോദരങ്ങളെ, കേരളത്തിലെ മുസ്ലിമീങ്ങളെ, പരിശുദ്ധ ഖുർആനെ തിരുത്തണോ അതോ വഹാബിസത്തെ തിരുത്തണോ? പരിശുദ്ധ ഖുർആൻ വിശ്വസിക്കണോ അതല്ല വഹാബിസത്തെ വിശ്വസിക്കണോ? എന്താ വേണ്ടത്? ഈ ചോദ്യമാണ് സമസ്ത കേരള സുന്നി ഭജന സംഘവും സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനവും ഈ ആദർശ പ്രചാരണ കാലഘട്ടത്തിൽ സഹോദരങ്ങളെ കേരളീയ മുസ്ലിമീങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഖുർആൻ സ്വീകരിക്കേണ്ടതുണ്ടോ? നാം ഉമർ മൗലവിയെ സ്വീകരിക്കേണ്ടതുണ്ടോ? രണ്ടാലൊരു കാര്യം തീർച്ചയാണ്, നിങ്ങൾക്ക് ഖുർആനാണ് സ്വീകാര്യമെങ്കിൽ വഹാബിസത്തെ തള്ളി പറഞ്ഞേ പറ്റൂ. നിങ്ങൾക്ക് വഹാബിസമാണ് സ്വീകാര്യമെങ്കിൽ ഖുർആനിനെ തള്ളി പറഞ്ഞേ പറ്റൂ. രണ്ടും കൂടി സ്വീകരിക്കുക സാധ്യമല്ല. ഈ യാഥാർത്ഥ്യമാണ് സുന്നി യുവജന സംഘവും SSF-ഉം
കേരളത്തിലെ മുസ്ലിം സഹോദരങ്ങളെ ബോധവൽക്കരിച്ചു കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിനെ യഥാർത്ഥ രൂപത്തിൽ വിശ്വസിക്കാൻ കഴിയാതെ വന്നതോടെ എന്ത് സംഭവിച്ചു? മക്കയിലെ അബൂജഹൽ പ്രവൃത്തികൾക്ക് സംഭവിച്ചതെന്തോ അത് സംഭവിച്ചു. എന്താണ് അവർക്ക് സംഭവിച്ചത്? തികച്ചും വികൃതമായ ദൈവസങ്കല്പം. കൈയുള്ള, കാലുള്ള, കണ്ണുള്ള, ചെവിയുള്ള, മൂക്കുള്ള, തികച്ചും ജഡവൽക്കരിക്കപ്പെട്ട ദൈവം. ആ ദൈവങ്ങളിലാണ് മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നത്. നമ്മുടെ കേരളത്തിലെ മുജാഹിദ് വിഭാഗം വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നതും അത്തരം ഒരു ദൈവത്തിൽ തന്നെയാണ്. നോക്കൂ നിങ്ങൾ, ഉദാഹരണത്തിന് വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. ഇത് കേരളത്തിലെ മുജാഹിദുകൾ പ്രസിദ്ധീകരിക്കുന്ന അവരുടെ മുഖപത്രമാണ് അൽമനാർ മാസിക. ഈ അൽമനാർ മാസികയിൽ തുടർ ലേഖനമായി പ്രസിദ്ധീകരിക്കുന്ന ഒരു ലേഖനമുണ്ട്. 31-ാം പേജിൽ 2004 ഡിസംബർ, ഇതാ ഈ കഴിഞ്ഞ 1-2 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള അൽമനാർ മാസിക, പുസ്തകം 50, ലക്കം 4. ഇതിൽ അള്ളാഹുവിന് മുഖമുണ്ടെന്ന് പറയുന്നു, അള്ളാഹുവിന് മുഖമുണ്ടെന്ന് പറയുന്നു, അള്ളാഹുവിന് കാലുകളുണ്ടെന്ന് പറയുന്നു, അള്ളാഹുവിന് കൈകളുണ്ടെന്ന് പറയുന്നു, അള്ളാഹുവിന് ഇരിക്കാൻ ഇരിപ്പിടമുണ്ടെന്ന് പറയുന്നു. ഇങ്ങനെ തുടങ്ങി വിവിധങ്ങളായ വാദങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുന്നു. അള്ളാഹുവിന് ശരീരമുണ്ടെന്ന് പറയുന്നു. സഹോദരങ്ങളെ, അള്ളാഹുവിന് മുഖമുണ്ടെന്ന് പറയുന്നു. അള്ളാഹുവിന് മുഖമുണ്ട്. അവന്റെ സൃഷ്ടികളുടെ മുഖങ്ങളുമായി അവന്റെ മുഖത്തിന് ഒരു സാദൃശ്യവുമില്ല. അള്ളാഹുവിന് മുഖമുണ്ടെന്ന് വിശ്വസിക്കുകയും അംഗീകരിക്കുകയും വേണം എന്ന് അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുന്നു. അതുപോലെ മറ്റൊരു ഭാഗത്ത് അള്ളാഹുവിന് കൈയുണ്ടെന്ന് പറയുന്നു. അള്ളാഹുവിന് അവന്റെ പരമോന്നതിക്ക് അനുയോജ്യമായ 2 കരങ്ങളുണ്ട്. അവ അവന്റെ സൃഷ്ടികളുടെ കരങ്ങൾക്ക് സദൃശമല്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ കരങ്ങൾ, അള്ളാഹുവിന് കൈകളുണ്ടെന്ന് പറയുന്നു. അതേപോലെ ഈ ലേഖനത്തിന്റെ 2-ാം ഭാഗത്തിൽ വേറെയും അള്ളാഹുവിന് ഒരുപാട് അവയവങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. അള്ളാഹുവിന് ഇരിപ്പിടമുണ്ടെന്ന് പറയുന്നു. സക്കരിയ സലാഹി എന്ന് പറയുന്ന നീചനായ വൃത്തികെട്ട മനുഷ്യൻ പ്രസിദ്ധീകരിച്ച അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ അള്ളാഹുവിന് കൈകളുണ്ടെന്നും കാലുകളുണ്ടെന്നും വിശദീകരിക്കുന്നു. മാത്രമല്ല, ഒരിക്കൽ പറയുന്നത് അള്ളാഹുവിന് വലത്തെ കൈയും ഇടത്തെ കൈയുമുണ്ട്. മറ്റൊരിക്കൽ പറയുന്നത് അള്ളാഹുവിന് വലത്തെ കൈയില്ല, 2 കൈയുള്ളതും 2ഉം ഇടത്തെ കൈയാണ്, ഇടത്തെ ഭാഗത്ത് മാത്രമേ കൈയുള്ളൂ എന്ന് സഹോദരങ്ങളെ പച്ചമലയാളത്തിൽ എഴുതി വെക്കുന്നു. നമ്മുടെ സമയപരിധി വളരെ ലംഘിക്കപ്പെട്ടതുകൊണ്ട് ഞാനിത് ഓരോന്നോരോന്ന് വായിച്ച് നിങ്ങളോട് വിശദീകരിക്കുന്നില്ല. ഈ പുസ്തകത്തിലൊക്കെയും ഈ രൂപത്തിൽ വിശദീകരിക്കുന്നു എന്ന് മാത്രമല്ല, കേരളത്തിലെ മുജാഹിദ് വിഭാഗങ്ങൾ തന്നെ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ അൽമനാർ മാസിക 1954 പ്രസിദ്ധീകരിക്കപ്പെട്ട അൽമനാർ മാസികയിൽ കേരളത്തിലെ മുജാഹിദുകൾ പറയുന്നത് അള്ളാഹുവിന് കൈയുണ്ടെന്നോ കാലുണ്ടെന്നോ അള്ളാഹുവിന് അവയവങ്ങളുണ്ടെന്നോ വിശ്വസിക്കുന്നവൻ കാഫിറാണ് എന്ന് 1954 അഥവാ ഒരു 10-60 കൊല്ലം മുമ്പ് പ്രസിദ്ധീകരിച്ച അൽമനാർ മാസികയിൽ കേരളത്തിലെ മുജാഹിദുകൾ തന്നെ പറയുന്നുണ്ട്. അള്ളാഹുവിന് കാലുണ്ടെന്ന് വിശ്വസിച്ചാൽ, അള്ളാഹുവിന് കൈകളുണ്ടെന്ന് വിശ്വസിച്ചാൽ അവൻ കാഫിറാണ്. ഇപ്പോൾ പ്രസിദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവരുടെ പ്രസിദ്ധീകരണങ്ങളിലും പുസ്തകങ്ങളിലും ഒക്കെ പറയുന്നത് അള്ളാഹുവിന് കാലുണ്ട്, അള്ളാഹുവിന് കൈകളുണ്ട്, അഥവാ കൈയില്ലാത്ത, കാലില്ലാത്ത, മുഖമില്ലാത്ത, അല്ലെങ്കിൽ മുഖം ആവശ്യമില്ലാത്ത, കൈ ആവശ്യമില്ലാത്ത, കണ്ണുകൾ ആവശ്യമില്ലാത്ത, ചെവി ആവശ്യമില്ലാത്ത ഒരു അള്ളാഹുവിനെ സങ്കല്പിക്കുവാനോ വിശ്വസിക്കുവാനോ കേരളത്തിലെ വഹാബികൾക്ക് സാധിക്കുന്നില്ല. കൈ അള്ളാഹുവിനുണ്ട് എന്ന് മാത്രമല്ല, ചിലപ്പോ കൈ ഇടത്തും വലത്തും ഒരു ഭാഗത്ത് തന്നെയാണുള്ളത്. ആകാശവും ഭൂമിയും അള്ളാഹുവിന്റെ, ആകാശം അള്ളാഹുവിന്റെ വലത് കൈയിലും ഭൂമി അള്ളാഹുവിന്റെ ഇടത് കൈയിലുമാണ് എന്ന് പറയുന്നു ഒരു മൗലവി. ആകാശം അള്ളാഹുവിന്റെ വലത് കൈയിലും ഭൂമി ഇടത് കൈയിലുമാണ്. എന്നിട്ടോ അള്ളാഹു രാത്രി 12 മണിയാകുമ്പോൾ, അർദ്ധരാത്രിയാകുമ്പോൾ അള്ളാഹു ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങും. അപ്പൊ വലത്തെ കൈയിലുള്ള ആകാശത്തിൽ നിന്ന് ഇടത്തെ കൈയിലുള്ള ഭൂമിയിലേക്ക് അള്ളാഹു തല ഇറങ്ങും എന്ന വിവരശൂന്യത സഹോദരങ്ങളെ, അന്ധവിശ്വാസം, അള്ളാഹുവിനെ സംബന്ധിച്ച് തികച്ചും വികൃതമായ വിശ്വാസങ്ങൾ, അള്ളാഹുവിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന യുക്തിവാദികൾക്കും നിരീശ്വരവാദികൾക്കും വളം വെച്ചു കൊടുക്കുന്ന, ഏണി വെച്ചു കൊടുക്കുന്ന
നയമാണ് സഹോദരങ്ങളെ കേരളത്തിലെ മുജാഹിദ് വിഭാഗവും അതുപോലെ ജമാഅത്തെ ഇസ്ലാമി വിഭാഗവും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് എന്ന കാര്യം ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് ഒരു കാര്യമാണ്. മക്കയിലെ അവിശ്വാസികൾ, മക്കയിലെ ബഹുദൈവവാദികൾ, മക്കയിലെ കപടവിശ്വാസികൾ അവർക്കെന്തുകൊണ്ടാണ് ദൈവവിശ്വാസത്തിൽ പിഴവ് സംഭവിച്ചത്? അള്ളാഹുവിനെ കണ്ടെത്തുന്നതിൽ എന്തുകൊണ്ടാണ് അവർക്ക് അബദ്ധം സംഭവിച്ചത്? തീർച്ചയായും അവർ സ്വഹാബത്തിനെ തള്ളി പറഞ്ഞു. അതുകൊണ്ട് അവർക്ക് റസൂലുള്ളാഹിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. റസൂലുള്ളാഹിനെ കണ്ടെത്താൻ കഴിയാതെ പോയപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തി അള്ളാഹുവിനെ വിശ്വസിക്കുവാനോ അംഗീകരിക്കുവാനോ അവർക്ക് സാധിച്ചില്ല. എന്നതുപോലെ കേരളത്തിലെ മുജാഹിദ് വിഭാഗം ആദ്യമായി സ്വഹാബത്തിനെ തള്ളിപ്പറഞ്ഞു. സ്വഹാബത്തിനെ തള്ളിപ്പറഞ്ഞതോടെ റസൂലുള്ളാഹിയെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല, യഥാവിധി വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. റസൂലുള്ളാഹിനെ വിശ്വസിക്കുന്നതിൽ പരാജയപ്പെട്ടപ്പോൾ തീർച്ചയായും അള്ളാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തിയ ഒരു അല്ലാഹുണ്ട്. വലം യകുൽ ലഹു കുഫുവൻ അഹദ് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഖുർആനിലൂടെ പരിചയപ്പെടുത്തിയ ഒരു അല്ലാഹുവുണ്ട്. ആ അല്ലാഹുവിനെ കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല. പിന്നെയോ തലയുള്ള, വാലുള്ള, നെഞ്ചുള്ള, പള്ളയുള്ള, ചന്തിയുള്ള, കാലുള്ള, കൈകളുള്ള, മുഖമുള്ള, കണ്ണുകളുള്ള, ഇരിപ്പിടമുള്ള, കപ്പി പോലെ, ബക്കറ്റ് പോലെ ആകാശത്ത് നിന്ന് ഇറങ്ങുകയും കുറച്ചു കഴിഞ്ഞാൽ കയറിപ്പോവുകയും ചെയ്യുന്ന വികൃതമായ, ജഡവൽക്കരിക്കപ്പെട്ട, സൃഷ്ടിവൽക്കരിക്കപ്പെട്ട, വികൃതമാക്കപ്പെട്ട ഒരു പേക്കോലത്തെയാണ് അല്ലാഹു എന്ന പേരിൽ മുജാഹിദുകൾ സങ്കല്പിക്കുന്നത്. ഈ സങ്കല്പത്തെ തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ഈ വിശ്വാസത്തെ തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ഈ വിശ്വാസത്തിൽ മുസ്ലിം സഹോദരങ്ങൾ അകപ്പെടുന്നത് ഭയപ്പെടുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ടതാണ്. അത്രയും വികൃതമായ വിശ്വാസമാണ് അള്ളാഹുവിനെ കുറിച്ച് കേരളത്തിലെ മുജാഹിദ് വിഭാഗവും ജമാഅത്തെ ഇസ്ലാമി വിഭാഗവും അതുപോലുള്ള പുത്തൻവാദി പ്രസ്ഥാനങ്ങളും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്, സങ്കല്പിച്ചുകൊണ്ടിരിക്കുന്നത്, വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന ഗൗരവതരമായ കാര്യം ഞാൻ എന്റെ സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ തൗഹീദുമായി ബന്ധപ്പെട്ട്, അള്ളാഹുവിന്റെ അസ്തിത്വവുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിനെ വിശ്വസിക്കേണ്ടതിന്റെ വിശദീകരണങ്ങളെക്കുറിച്ച് ആണ് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചത്. ഇനി അള്ളാഹുവിന്റെ ഇബാദത്തുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. അത് പറയുമ്പോഴേക്ക് നമ്മുടെ സമയം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഞാൻ പേടിക്കുന്നു. ഏതായിരുന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ വിഷയാവതരണത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി മാത്രം ഞാൻ സൂചിപ്പിക്കാം. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ. സൃഷ്ടിപൂജ അത് ഇസ്ലാമിലില്ല. അള്ളാഹുവിനെ ആരാധിക്കുക. അള്ളാഹുവിന്റെ മുമ്പിൽ എന്താണ് ആരാധന എന്ന് പറഞ്ഞാൽ അഖ്സ്വാഗായത്തുൽ ഖുളൂഇ വത്തദല്ലുലി, പരമമായ വണക്കവും പരമമായ താഴ്മയുമാണ് ആരാധന എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഒരു വണക്കം എപ്പോഴാണ് പരമമാവുക? ഒരു വണക്കം എപ്പോഴാണ് അങ്ങേ അറ്റത്തേതാവുക? ഈ നിർവചനം ഇരുവിഭാഗവും അംഗീകരിക്കുന്നതാണ്. അഹ്ലുസുന്നയുടെ ഏതെങ്കിലും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളതല്ല. ഇമാം ഷൗക്കാനി എന്ന് പറഞ്ഞ് കേരളത്തിലെ ബിദഈകൾ ബഹുമാനിക്കുന്ന ബിദഈകളുടെ ആചാര്യനും ആശയസ്രോതസ്സുമായ ഷൗക്കാനി തന്റെ തഫ്സീർ ഗ്രന്ഥമായ ഫത്ഹുൽ ഖദീറിൽ ഈ നിർവചനമാണ് ഇബാദത്തിന് കൊടുത്തിട്ടുള്ളത്. അതുപോലെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരും ഇതേ നിർവചനം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ട് വിഭാഗവും അംഗീകരിക്കുന്ന നിർവചനം വെച്ചുകൊണ്ട് നാം ചർച്ച ചെയ്താൽ, സഹോദരങ്ങളെ, ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അഖ്സ്വാ, അങ്ങേയറ്റം. ഗായത്തുൽ ഖുളൂഇ, താഴ്മയുടെ, വിനയത്തിന്റെ അങ്ങേ അറ്റത്തിന്റെയും അങ്ങേയറ്റം. അതിന്റെ അപ്പുറം ഇനി ഒരു വിനയമില്ല, അതിന്റെ അപ്പുറം ഇനി ഒരു വണക്കമില്ല. അങ്ങനെ അങ്ങേ അറ്റത്തിന്റെയും അങ്ങേ അറ്റത്തുള്ള വണക്കം, അതാണ് ഇബാദത്ത്, ആരാധന. ഇതെങ്ങനെയാണ് തീരുമാനിക്കപ്പെടുക? ഈ വണക്കം അങ്ങേ അറ്റത്തേതാണ് എന്നെങ്ങനെ തീരുമാനിക്കും? കേരളത്തിലെ മുജാഹിദ് വിഭാഗം പറയുന്നത്, ജമാഅത്തെ ഇസ്ലാമി വിഭാഗം പറയുന്നത്, അള്ളാഹുവിന്റെ പ്രവാചകരെ യാ റസൂലുള്ളാഹി, മുത്തുനബിയെ എന്ന് വിളിച്ചാൽ അത് അങ്ങേയറ്റത്തെ വണക്കമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിക്കുള്ള ആരാധനയാണ്, ശിർക്കാണ്, ബഹുദൈവത്വമാണ്. അത് ചെയ്തവൻ മുശ്രിക്കാണ്, ബഹുദൈവവാദിയാണ് എന്നാണ് മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി വിഭാഗങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ശരിയാണോ? ഒരു വണക്കം പരമമാകുന്നത് എപ്പോഴാണ്? അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന പുസ്തകത്തിൽ, കേരള നദ്വത്തുൽ മുജാഹിദീൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകത്തിൽ പറയുന്നത്,
അള്ളാഹുവിന്റെ വണക്കം, ഒരു വണക്കം പരമമാകുന്നത് മനസ്സിലാക്കണമെങ്കിൽ താമരശ്ശേരി ചുരത്തിൽ പോകണമെന്നാണ്. താമരശ്ശേരി ചുരത്തിലൂടെ നജീബ് എന്ന മുസ്ലിം ചെറുപ്പക്കാരൻ വണ്ടി ഓടിച്ച് പോകുന്നു. താമരശ്ശേരി ചുരത്തിന്റെ 6ാം വളവിലെത്തിയപ്പോൾ വണ്ടിയുടെ ബ്രേക്ക് നഷ്ടപ്പെടുന്നു. വണ്ടിയുടെ ബ്രേക്ക് നഷ്ടപ്പെടുമ്പോൾ നജീബ് വണ്ടിയിലിരുന്ന് പരിഭ്രമിക്കുകയാണ്. താഴോട്ട് നോക്കിയാൽ അഗാധമായ താഴ്ച, കണ്ണെത്താത്ത ആഴമുള്ള കൊക്ക. ഈ ഘട്ടത്തിൽ 6ാം വളവിൽ വെച്ച് താമരശ്ശേരി ചുരം കണ്ടവരെ കുറിച്ച് അതിന്റെ ഭീകരത ഞാൻ വിശദീകരിക്കേണ്ടതില്ല. ആ 6ാം വളവിൽ വെച്ച് വണ്ടിയുടെ ബ്രേക്ക് നഷ്ടപ്പെടുമ്പോൾ നജീബ് ബദരീങ്ങളെ എന്ന് വിളിച്ചാൽ അത് ബദരീങ്ങൾക്കുള്ള ഇബാദത്ത്, അവിടെ പടച്ചവനെ എന്ന് വിളിച്ചാൽ പടച്ചവനുള്ള ഇബാദത്ത്. 1400 കൊല്ലം മുമ്പ് മുതൽക്ക് ഇസ്ലാമിന്റെ തൗഹീദും ഇസ്ലാമിന്റെ ഇബാദത്തും ആ ഇബാദത്തിൽ പറയുന്ന പരമമായ വണക്കവും അള്ളാഹുവിന്റെ റസൂലും സ്വഹാബത്തും പൂർവസൂരികളും കേരളത്തിലും ഇന്ത്യയിലും ലോകത്തും പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ നേതൃത്വത്തുൽ മുജാഹിദീൻ, കേരള നേതൃത്വത്തുൽ മുജാഹിദീന്റെ നേതൃത്വത്തിന് ഇബാദത്ത് എന്താണ്, പരമമായ വണക്കം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ബോധ്യപ്പെടാൻ താമരശ്ശേരി ചുരത്തിന്റെ മുകളിൽ കയറേണ്ടി വന്നു. സഹോദരങ്ങളെ, ഞാനൊരു കാര്യം, ലളിതമായ ഒരു കാര്യം സൂചിപ്പിച്ചോട്ടെ. 6ാം വളവിലെത്തിയ നജീബ് വണ്ടിയുടെ ബ്രേക്ക് പോകുമ്പോ പടച്ചോനെ എന്ന് വിളിച്ച അള്ളാഹ്ക്കുള്ള ഇബാദത്ത്, ബദരീങ്ങളെ എന്ന് വിളിച്ച ബദരീങ്ങൾക്കുള്ള ഇബാദത്ത് ശരി എന്ന് സങ്കല്പിക്കുക. എന്നാൽ താമരശ്ശേരി ചുരത്തിന്റെ 5ാം വളവിൽ വെച്ച് 4ാം വളവിൽ വെച്ച് വണ്ടിയുടെ ബ്രേക്ക് നഷ്ടപ്പെടുമ്പോൾ നജീബ് ബദരീങ്ങളെ എന്ന് വിളിച്ചാൽ അത് ബദരീങ്ങൾക്കുള്ള ഇബാദത്താവൂലേ? അവിടെ വെച്ച് നജീബ് അള്ളാഹുവെ എന്ന് വിളിച്ചാൽ അള്ളാഹ്ക്കുള്ള ഇബാദത്താവൂലേ? ആവൂലാന്നാ മുജാഹിദിന്റെ മറുപടി. എന്താ കാരണം? അത് പരമമായ വണക്കമല്ല, അങ്ങേയറ്റത്തെ പേടിയല്ല. അങ്ങേയറ്റത്തെ പേടിയിരിക്കുന്നത് എവിടെയാണ്? 6ാം വളവിലാണ്. 6ാം വളവിലെത്തുമ്പോൾ മാത്രമേ അങ്ങേയറ്റത്തെ ഭയം, അങ്ങേയറ്റത്തെ വണക്കം, അങ്ങേയറ്റത്തെ വിനയം ഒരു മനുഷ്യനിൽ പ്രകടമാവുകയുള്ളൂ. 5ാം വളവിലും 4ാം വളവിലും 3ാം വളവിലും ഭയമുണ്ട്. പക്ഷെ ആ ഭയം അങ്ങേ അറ്റത്തെ ഭയമല്ല. അങ്ങേ അറ്റത്തിന്റെയും അങ്ങേയറ്റത്തെ ഭയമാണ് ഇബാദത്ത്. അതെവിടെയാണ്? അത് 6ാം വളവിലാണ്. 5ാം വളവിലില്ല, 4ാം വളവിലില്ല, 3ാം വളവിലില്ല. അപ്പൊ 3ാം വളവിൽ വെച്ച് അള്ളാഹുവെ എന്ന് വിളിച്ചാൽ അത് അള്ളാഹുവിനുള്ള ഇബാദത്തല്ല. 3ാം വളവിൽ വെച്ച് ബദരീങ്ങളെ എന്ന് വിളിച്ചാൽ അത് ബദരീങ്ങൾക്കുള്ള ഇബാദത്തല്ല. പൊട്ടത്തരത്തിന് കയ്യും കാലും മുളച്ചാൽ വേണമെങ്കിൽ അതിനെ വഹാബിസം എന്ന് വിളിക്കാം. സഹോദരങ്ങളെ, അത്രയും വലിയ വിവരശൂന്യതയല്ലേ ഈ പറഞ്ഞിരിക്കുന്നത്? എന്താണ് ഇവർക്ക് സംഭവിച്ച അബദ്ധമെന്നറിയാമോ? ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ വണക്കമാണ്. പക്ഷെ ഈ അങ്ങേയറ്റത്തെ വണക്കം എന്താണ്, അത് തീരുമാനിക്കാനുള്ള മാനദണ്ഡമെന്ന് ഇത് തിരിച്ചറിയാൻ ഈ പാവങ്ങൾക്ക് സാധിച്ചില്ല. ഇബാദത്ത് 3ാം വളവിലായാലും 4ാം വളവിലായാലും 5ാം വളവിലായാലും 6ാം വളവിലായാലും അള്ളാനെ വിളിച്ച ഇബാദത്ത് തന്നെ. ബദരീങ്ങളെ വിളിച്ചാലോ അത് 4ലായാലും 5ലായാലും 6ലായാലും ഇബാദത്തല്ല. എന്താ കാരണം? ഞാൻ മറിച്ചൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഏതെങ്കിലും ഒരു മുസ്ലിം സഹോദരൻ, ഇപ്പൊ ഉദാഹരണങ്ങൾ നമുക്കെമ്പാടുമുണ്ട്. അമേരിക്ക ഉണ്ടാക്കി വെച്ച ഗോണ്ടനാമ തടവറയിൽ എത്രയോ ഇറാഖിലും അതുപോലെ ഫലസ്തീനിലും അഫ്ഗാനിസ്ഥാനിലുമുള്ള മുസ്ലിം ചെറുപ്പക്കാരെ തടവറയിൽ ബന്ധിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട, പുറത്തുവിടപ്പെട്ട ഒരുപാട് ഫോട്ടോകൾ നാം കാണുകയുണ്ടായി. മുസ്ലിം ചെറുപ്പക്കാരൻ നഗ്നനാക്കപ്പെട്ട് കൈകളും കാലുകളും ബന്ധിക്കപ്പെട്ട് തികച്ചും നിസ്സഹായാവസ്ഥയിൽ അവൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ആ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന നിസ്സഹായനായ നഗ്നനായ ചെറുപ്പക്കാരന്റെ മുന്നിലേക്ക് പട്ടാളക്കാരൻ നായയെ അഴിച്ചുവിടുന്നു. ആ നായ അവന്റെ ലിംഗം കടിക്കുവാനും ശരീരം കടിച്ചു മാന്തുവാനും വേണ്ടി ഓടിച്ചാടി അങ്ങോട്ട് അടുക്കുകയാണ്. അങ്ങനെ ഓടിച്ചാടി പട്ടാളക്കാരൻ അഴിച്ചുവിട്ട നായ, ഈ നിസ്സഹായനായ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട നഗ്നനായ ഈ പാവം മനുഷ്യന്റെ മുമ്പിലേക്ക് ഈ നായ ഓടിക്കിതച്ച് ആക്രമണ വാസനയോടെ വരുമ്പോൾ അവിടെ ഒരു വിളിയുണ്ട്: ഏമാനെ രക്ഷപ്പെടുത്തണമേ, യജമാനനെ രക്ഷപ്പെടുത്തണമേ,
എന്ന് ഈ സാധുവായ മനുഷ്യൻ ഈ പട്ടാളക്കാരനെ വിളിക്കും. അതിലും വലിയൊരു വണക്കഞ്ഞുണ്ടോ? അതിലും വലിയ പരമമായൊരു വണക്കുണ്ടോ? അതിന്റെ അപ്പുറം ഇനിയൊരു പേടിയുണ്ടോ? എന്നാൽ ആ പേടി, ആ വണക്കം പട്ടാളക്കാരനുള്ള ഇബാദത്താണ്, ആരാധനയാണ്. അതുകൊണ്ട് ഈ വിളിച്ച മനുഷ്യൻ കാഫിറാണ്, മുശ്രിക്കാണ് എന്ന് വഹാബിസം വിധി പറയുമോ? കേരളത്തിലെ മുജാഹിദുകൾ വിധി പറയുമോ? അപരാധിയായ കുറ്റവാളിയായ ഒരു മനുഷ്യൻ നമ്മുടെ നാട്ടിലെ തിരുവനന്തപുരത്തുള്ള കുപ്രസിദ്ധമായ ആ ലോക്കപ്പിൽ അകപ്പെടുമ്പോ, ആ ലോക്കപ്പിൽ വെച്ച് പോലീസ് ഏമാനോട് ഏമാനെ രക്ഷപ്പെടുത്തണേ എന്ന് പറയുമ്പോ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പറിച്ചെടുത്ത അഭ്യർത്ഥനയാണത്. പക്ഷേ ആ അഭ്യർത്ഥന പേടിയുടെ അങ്ങേ അറ്റത്ത് പ്രകാശിപ്പിക്കുന്ന അഭ്യർത്ഥനയാണ്, യാചനയാണ്. പക്ഷേ ആ യാചന, പോലീസുകാരന്റെ മുമ്പിൽ നടത്തുന്ന ആ യാചന പോലീസിനെ പടച്ചവനാക്കലാണ്. അതുകൊണ്ട് ആ ലോക്കപ്പിലുള്ള മനുഷ്യൻ കാഫറായി പോയി എന്ന് മുജാഹിദ് പറയോ? എന്താ പറയാത്തത്? 6-ാം വളവിൽ നജീബിന് സംഭവിച്ച പേടിയും ഗോണ്ടരാമ തടവറയിൽ മുസ്ലിം ചെറുപ്പക്കാരനുണ്ടായ ഭയവും തമ്മിൽ എന്താ വ്യത്യാസം? 6-ാം വളവിൽ സംഭവിച്ച ആ ഭയത്തിന്റെ അതേ അളവിലുള്ള, അല്ലെങ്കിൽ അതിലുപരി അളവിലുള്ള ഭയമല്ലേ തടവറയിൽ വെച്ചുണ്ടാകുന്നത്? എന്നിട്ട് എന്തുകൊണ്ട് അത് ഇബാദത്താവുന്നില്ല? സഹോദരങ്ങളെ, എന്താണ് കാര്യം? ഇബാദത്ത് സംഭവിക്കുന്നത്, ഒരു കർമ്മം, ഒരു വണക്കം, അത് ആരാധനയായി പരിഗണിക്കപ്പെടുന്നത് തീർച്ചയായും മനുഷ്യന്റെ ഭാവഹാവാദികൾ നോക്കിക്കൊണ്ടല്ല, അവന്റെ പേടിയും അവന്റെ ഭയവും നോക്കിക്കൊണ്ടല്ല, അവന്റെ രൂപം നോക്കിക്കൊണ്ടല്ല. അങ്ങനെയാണെങ്കിൽ സുജൂദ് ഇബാദത്താണെന്നും റുക്കൂ ഇബാദത്തല്ലെന്നും പറയേണ്ടി വരും. നിസ്കാരത്തിൽ സുജൂദുണ്ട്, അത് അങ്ങേ അറ്റത്തെ വണക്ക. എന്താ കാരണം? അതിന്റെ അപ്പുറം ഇനി വണങ്ങണമെങ്കിൽ ഭൂമി തുറന്ന് ഉള്ളിലേക്ക് പോകേണ്ടി വരും. അപ്പൊ അത് അങ്ങേയറ്റത്തെ വണക്കാം. അതേ സമയത്ത് നിസ്കാരത്തിൽ തന്നെ റുക്കൂ ഉണ്ടല്ലോ, അതോ അതിങ്ങനെ കുനിഞ്ഞു നിൽക്കുന്നേ ഉള്ളൂ. അങ്ങേ അറ്റത്തേതാകണമെങ്കിൽ ഇനിയും താഴോട്ട് പോകാനുണ്ട്. അപ്പൊ റുക്കൂ എന്തല്ല? ഇബാദത്തല്ല. കാരണം എന്തേ? അത് അങ്ങേയറ്റത്തേതല്ല. ഇനി കുറച്ചുകൂടി താഴെ എഴുത്തിദാലുണ്ടല്ലോ, എഴുത്തിദാലിൽ എന്താ? സ്റ്റഡിയായിട്ട് ഇങ്ങനെ നിൽക്കുക. വണക്കണ്ടോ? വണക്കം വരണമെങ്കിൽ ഇനി റുക്കുവിലേക്ക് പോകണം, റുക്കുവും കഴിഞ്ഞ് സുജൂദിലേക്ക് പോകണം. അപ്പോഴല്ലേ ഏറ്റവും പരമമായ വണക്കം സംഭവിക്കുന്നുള്ളൂ. അപ്പൊ മുജാഹിദിന്റെ ഭാഷയിൽ റുക്കുവും ഇബാദത്തല്ല, എഴുത്തിദാലും ഇബാദത്തല്ല. ഇങ്ങനെ പറയേണ്ടി വരില്ലേ? ഇതാണോ യാഥാർത്ഥ്യം? അല്ലല്ലോ. പിന്നെ എന്താണ് യാഥാർത്ഥ്യം? മനുഷ്യന്റെ രൂപഭാവങ്ങളോ ഭാവഹാവാദികളോ നോക്കിക്കൊണ്ടല്ല വണക്കം തീരുമാനിക്കപ്പെടുന്നത്, മറിച്ച് മനുഷ്യന്റെ മനസ്സിൽ കുടികൊള്ളുന്ന വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇഅ്തിദാലിൽ നിലകൊള്ളുന്ന ഒരു മനുഷ്യൻ വിശ്വസിക്കുന്നത് ഞാൻ പടച്ച റബ്ബിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്നാണ്. പടച്ച റബ്ബാണെങ്കിലോ അവൻ ആരാധനക്കർഹനായ ശക്തിയാണ്, അവന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന വിശ്വാസത്തോടെ നിൽക്കുമ്പോൾ ഇഅ്തിദാൽ ഇബാദത്താണ്. ആ വിശ്വാസത്തോടെ റുക്കൂയിലേക്ക് പോകുമ്പോൾ ആ കുനിഞ്ഞു നിൽക്കലും ഇബാദത്ത് തന്നെ. ആ വിശ്വാസത്തോടെ സുജൂദിലേക്ക് പോകുമ്പോൾ സുജൂദും ഇബാദത്ത് തന്നെ. അതാണ് വണക്കം അങ്ങേയറ്റമാവുക എന്നതിന്റെ മാനദണ്ഡം. വണങ്ങപ്പെടുന്ന ശക്തി അവൻ അല്ലാഹുവാണെന്നും സ്രഷ്ടാവാണെന്നും ആരാധ്യനാണെന്നും സ്വയം പര്യാപ്തനാണെന്നും വിശ്വസിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ഏതൊരു വണക്കവും, അത് ചെറുതാവട്ടെ വലുതാവട്ടെ, എഴുത്തിദാലാവട്ടെ, റുക്കൂ ആകട്ടെ, സുജൂദാകട്ടെ, എല്ലാം ഇബാദത്ത് തന്നെയാണ്. ആ വിശ്വാസം ഇല്ലാതെ നടത്തപ്പെടുന്ന വണക്കം അത് എത്ര കുനിഞ്ഞാലും, ഗോണ്ടനാമയിൽ വെച്ച പട്ടാളക്കാരനോട് യജമാനനെ എന്ന് പറഞ്ഞ് ഷൂവിൽ കെട്ടിമറിഞ്ഞു പിടിച്ചാലും അത് ഇബാദത്താവുകയില്ല. താമരശ്ശേരി ചുരത്തിന്റെ 6-ാം വളവിൽ വെച്ച് നജീബ് ബദരീങ്ങളെ എന്ന് വിളിച്ചാൽ അത് ഇബാദത്താകൂല. അല്ലാഹുവേ എന്ന് വിളിച്ചാൽ ഇബാദത്താകും. എന്താ? അല്ലാഹുവേ എന്ന് വിളിക്കുമ്പോൾ ഉള്ള വിശ്വാസമല്ല ബദരീങ്ങളെ എന്ന് വിളിക്കുമ്പോൾ ഉള്ളത്. യജമാനനെ എന്ന് വിളിക്കുമ്പോൾ, പോലീസുകാരനോട് പട്ടാളക്കാരനോട് ഒരു മുസ്ലിം വിളിക്കുമ്പോൾ ഉള്ള വിശ്വാസമല്ല പടച്ചവനെ എന്ന് വിളിക്കുമ്പോൾ ഒരു മുസ്ലിമിന്റെ മനസ്സിലുള്ളത്. ഹൈന്ദവ സഹോദരങ്ങൾ ക്ഷേത്രത്തിൽ അവരുടെ ആരാധനാലയത്തിൽ ചെന്ന് ആ ക്ഷേത്രം വലയം ചെയ്യാറുണ്ട്. കല്ലുകൊണ്ട് നിർമ്മിക്കപ്പെട്ട കെട്ടിടമാണ് ക്ഷേത്രം. ആ ക്ഷേത്രം വലയം ചെയ്യും. അങ്ങനെ വലയം ചെയ്യുന്നത് ബഹുദൈവത്വമാണ്, ശിർക്കാണ് എന്ന് നമ്മൾ പറയാറുണ്ട്.
എന്നാൽ ഒരു മുസ്ലിം സഹോദരൻ പരിശുദ്ധ മക്കയിൽ ചെന്നാൽ ആദ്യമായി ചെയ്യുന്നത് കഅബാലയമാകുന്ന കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച ഒരു കെട്ടിടത്തെ വലയം ചെയ്യുക എന്ന പ്രവർത്തനമാണ്. അമ്പലത്തിൽ വലയം ചെയ്യുമ്പോൾ അത് ശിർക്കാണ്, ബഹുദൈവത്വമാണ്. കഅബാലയമാകുന്ന കെട്ടിടത്തിൽ വലയം ചെയ്യുമ്പോൾ അത് തൗഹീദാണ്. എന്താ വ്യത്യാസം? രണ്ടും കല്ലുകൊണ്ടല്ലേ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അമ്പലം കല്ലുകൊണ്ടല്ലേ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്, കഅബാലയം കല്ലുകൊണ്ടല്ലേ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും അതെ. കഅബാലയം അല്ലാഹുവിന്റെ സൃഷ്ടിയല്ലേ? അതെ. അമ്പലം അല്ലാഹുവിന്റെ സൃഷ്ടിയല്ലേ? അതെ. രണ്ടിന്റെയും ചുറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? അറബിയിൽ പറഞ്ഞാൽ തവാഫ് എന്ന് പറയും, മലയാളത്തിൽ പറഞ്ഞാൽ പ്രദക്ഷിണം എന്ന് പറയും. അങ്ങനെ വലയം ചെയ്യുന്ന പ്രവർത്തനമാണ് കഅബയിലും അമ്പലത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അമ്പലത്തിൽ നടക്കുന്നത് ശിർക്കാണ്, ബഹുദൈവത്വമാണ്, അല്ലാഹു പൊറുക്കാത്ത മഹാപാതകമാണ്. അതേസമയം കഅബാലയത്തിൽ നടക്കുന്നത് തൗഹീദാണ്, ഇസ്ലാമാണ്. അങ്ങനെയല്ലേ നമ്മുടെ വിശ്വാസം, മുജാഹിദിന്റെ വിശ്വാസം, ജമാഅത്തെ ഇസ്ലാമിയുടെ വിശ്വാസം, അഹ്ലുസുന്നയുടെ വിശ്വാസം തീർച്ചയായും അങ്ങനെ തന്നെയാണ്. എന്താ വ്യത്യാസം? ക്ഷേത്രത്തിൽ വലയം ചെയ്യുന്ന, ആരാധന അർപ്പിക്കുന്ന ഒരു ഹൈന്ദവ സഹോദരൻ ആ വലയം ചെയ്യുന്ന പ്രവർത്തനം പൂർത്തിയായി കഴിഞ്ഞാൽ രണ്ടാമത് അവൻ ചെയ്യുന്ന ഒരു കർമ്മമുണ്ട്. ആ ക്ഷേത്രത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന കല്ലിനെ വണങ്ങും, ചുംബിക്കും, കല്ലിനെ തോടും. പ്രതിമ എന്നോ ബിംബമെന്നോ ഒക്കെ അവർ പേരിട്ട് വിളിക്കും, സാധനം കല്ല. ആ കല്ലിനെ തോടുന്നു, വണങ്ങുന്നു, ചുംബിക്കുന്നു. ശിർക്കല്ലേ? ബഹുദൈവത്വമല്ലേ? കുറ്റമല്ലേ? പടച്ചവൻ പൊറുക്കാത്ത പാപമല്ലേ? ഹൈന്ദവ സുഹൃത്തുക്കൾ ചെയ്യുന്നു, അവർക്ക് ചെയ്യാം, അവർക്ക് അവരുടെ വിശ്വാസമാണ്, സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇസ്ലാമിക വിശ്വാസപ്രകാരം കുറ്റമല്ലേ? തീർച്ചയായും. എന്നാൽ കഅബാലയത്തിൽ പോകുന്ന ഒരു മുസ്ലിം സഹോദരൻ ആ കഅബാലയ പ്രദക്ഷിണം പൂർത്തിയായി കഴിഞ്ഞാൽ, തവാഫ് പൂർത്തിയായി കഴിഞ്ഞാൽ രണ്ടാമത് ചെയ്യാറുള്ള കാര്യം എന്താണ്? കഅബാലയമാകുന്ന കരിങ്കല്ല് കൊണ്ട് നിർമ്മിക്കപ്പെട്ട കെട്ടിടത്തിന്റെ മൂലയിൽ ഒരു കല്ലുണ്ട്. ആ കല്ലിനെ ചുംബിക്കണം, ആ കല്ലിന്റെ മുകളിൽ നെറ്റിത്തടം വെക്കണം, ആ കല്ലിനെ അഭിവാദ്യം ചെയ്യണം. ഹജറുൽ അസ്വദ് എന്ന് വിളിക്കപ്പെടുന്ന കല്ല്, അതും ഒരു കല്ലാണ്, പടച്ചവന്റെ സൃഷ്ടിയാണ്. ആ സൃഷ്ടിയായ കല്ലിനെ കഅബാലയത്തിന്റെ മൂലയിൽ സ്ഥാപിച്ച് അതിന്റെ മുകളിൽ നെറ്റിത്തടം വെക്കുകയും അതിന്റെ മുകളിൽ വണങ്ങുകയും അതിന്റെ മുകളിൽ ചുംബിക്കുകയും അതിനെ കൈകൊണ്ട് അഭിവാദ്യം ചെയ്യുകയും ചെയ്യുന്ന പ്രവർത്തനം ഒരു മുസ്ലിം ചെയ്യുന്നു. അത് സുന്നത്താണ്, തൗഹീദിന്റെ ഭാഗമാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. കല്ല് അമ്പലത്തിലാകുമ്പോ ശിർക്ക്, കഅബാലയത്തിലാകുമ്പോ തൗഹീദ്. കെട്ടിടം അമ്പലമാകുമ്പോ അത് ചുറ്റുന്നത് ശിർക്ക്, കെട്ടിടം കഅബാലയമാകുമ്പോ അത് ചുറ്റുന്നത് തൗഹീദ്. എന്താ മാറ്റം? എന്താണ് മാറ്റം? വളരെ ലളിതമാണ് ഉത്തരം. അമ്പലം ചുറ്റുന്ന ഹൈന്ദവ സുഹൃത്തിന്റെ മനസ്സിലുള്ള വിശ്വാസമല്ല കഅബാലയം ചുറ്റുന്ന മുസ്ലിമിന്റെ മനസ്സിലുള്ളത്. അമ്പലത്തിൽ സ്ഥാപിക്കപ്പെട്ട കല്ലിനെ ചുംബിക്കുന്ന ഹൈന്ദവ സഹോദരന്റെ വിശ്വാസമല്ല കഅബാലയത്തിൽ സ്ഥാപിക്കപ്പെട്ട കല്ലിനെ ചുംബിക്കുന്ന മുസ്ലിമിന്റെ വിശ്വാസം. രണ്ടും വ്യത്യാസമുണ്ട്. ഇതേ വ്യത്യാസമാണ് ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് വിളിക്കുന്ന ഹിന്ദുവിന്റെ വിളിയും മുഹിയുദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് വിളിക്കുന്ന മുസ്ലിമിന്റെ വിളിയും തമ്മിലുള്ളത്. അമ്പലവും കഅബയും തമ്മിൽ വ്യത്യാസമുണ്ടോ? എന്നാൽ മുഹിയുദ്ദീൻ ശൈഖും ഗുരുവായൂരപ്പനും തമ്മിൽ വ്യത്യാസമുണ്ട്. അമ്പലത്തിലെ കല്ലും കഅബാലയത്തിലെ കല്ലും തമ്മിൽ വ്യത്യാസമുണ്ടോ? എന്നാൽ ഗുരുവായൂരപ്പനും ബദരീങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് മനസ്സിലാക്കാൻ മുസ്ലിമീങ്ങൾക്ക് സാധിക്കും. പക്ഷേ മുസ്ലിമീങ്ങൾ എന്ന പേരിൽ ലോകത്ത് ജീവിക്കുന്ന ഒരു പറ്റം ജീവികൾക്ക് ഇത് സാധിക്കുന്നില്ല എന്നത് സങ്കടകരമായ കാര്യമായി തുടരുകയാണ്. അമ്പലം ചുറ്റുന്നത് ശിർക്കാണെന്നും കഅബാലയം ചുറ്റുന്നത് തൗഹീദാണെന്നും പറയുന്നവർക്ക്, അമ്പലത്തിലെ കല്ലിനെ ചുംബിക്കുന്നത് ശിർക്കാണെന്നും കഅബാലയത്തിലെ കല്ലിനെ ചുംബിക്കുന്നത് തൗഹീദാണെന്നും പറയുന്നവർക്ക്, ഗുരുവായൂരപ്പനെ വിളിക്കുന്നത് ശിർക്കാണെന്നും മുഹിയുദ്ദീൻ ശൈഖിനെ വിളിക്കുന്നത് തൗഹീദാണെന്നും പറയാനുള്ള ആർജവമില്ല. അതാണ് യഥാർത്ഥത്തിൽ മുസ്ലിം കേരളം നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തമെന്ന് സഹോദരങ്ങളെ ഞാൻ സൂചിപ്പിച്ചുകൊണ്ട്, അള്ളാഹുവിനെ സംബന്ധിച്ച്, അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ സംബന്ധിച്ച്, അള്ളാഹുവിന്റെ അസ്തിത്വത്തെ സംബന്ധിച്ച്, അവന്റെ തൗഹീദിനെ സംബന്ധിച്ച്, അവന്റെ ഇബാദത്തിനെ സംബന്ധിച്ച് വളരെ വളരെ ചുരുങ്ങിയ ചില കാര്യങ്ങളാണ് വിശദീകരിച്ചിട്ടുള്ളത്. ഇനിയും ധാരാളം കാര്യങ്ങൾ ഇത് സംബന്ധമായി പറയാനുണ്ട്. സമയത്തിന്റെ പരിമിതി മാനിച്ചുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.